നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതഗതിയിൽ. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തികൾ നടത്തുന്ന കമ്പനിയുടെ അധികൃതർ പ്രവൃത്തികൾ വിലയിരുത്താനെത്തി. അതേസമയം അടുത്ത മാസത്തോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത്. പാലത്തിന്റെ നിലവിലെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന കമ്പനിയുടെ അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. അടുത്ത മാസം പാലം തുറന്നു കൊടുക്കുമെന്നായിരുന്നു നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. 12 പാലങ്ങൾ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുന്നതിൽ വാടാനാംകുറിശി പാലവും ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത മാസത്തേക്ക് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് കമ്പനി അധികൃതർ നൽകുന്ന സൂചന. എന്നാൽ അധികം വൈകാതെ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കി വരുന്നതെന്നും കമ്പനി അധികൃതർ സൂചിപ്പിച്ചു. പാലത്തിന്റെ ഇരുവശത്തെയും അപ്രോച്ച് റോഡുകളുടെയും പാലത്തിന്റെ ഇരുവശത്തെ കൈവേലിയുടെ പ്രവൃത്തികളും ഇനി പൂർത്തിയാക്കാനുണ്ട്. പെയിന്റിംഗ് അടക്കമുള്ള അനുബന്ധ പ്രവൃത്തികളും നടത്താനുണ്ട്. നിലവിൽ നീളം കൂടിയ അപ്രോച്ച് റോഡിന്റെ ഒരു വശത്തെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഇതിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ചാലിശ്ശേരി സെന്ററിൽ യാത്രാ ദുരിതം സൃഷ്ടിച്ച് ടോറസ് ലോറിയിൽ നിന്നും പാറപ്പൊടി മിശ്രിതം പരന്നു. ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകിയതോടെയാണ് യാത്രാ ദുരിതത്തിന് പരിഹാരമായത്. ചാലിശ്ശേരി സെന്ററിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ നിന്നും പാറപ്പൊടി മിശ്രിതമായ സ്ലറി റോഡിൽ പരന്നൊഴുകി. ഇതോടെ റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമായി. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരെത്തി താൽക്കാലികമായി റോഡിൽ നിന്നും മിശ്രിതം നീക്കിയെങ്കിലും കനത്ത ചൂടിൽ സ്ലറി ഉണങ്ങിയതോടെ പൊടിശല്യവും അതിരൂക്ഷമായി. വെള്ളിയാഴ്ച ഉച്ചയോടെ ഫയർ യൂണിറ്റ് എത്തി വെള്ളം പമ്പ് ചെയ്ത് റോഡ് കഴുകിയതോടെയാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായത്. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ, സജീഷ്, ഉമ്മർ, ഹുസൈൻ പുളിയഞ്ഞാലിൽ, പ്രദീപ് ചെറുവാശ്ശേരി, ആംബുലൻസ് ഡ്രൈവർ അസ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാണാതായ 14-കാരൻ റസീൻ റിച്ചുവിനെ കണ്ടെത്തി. ചങ്ങരംകുളം പെരുമുക്ക് സ്വദേശി 14 വയസ്സുകാരൻ റസീൻ റിച്ചുവിനെ കൊച്ചിയിൽ നിന്നാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 കോക്കൂരിലെ ദർസ് സ്ഥാപനത്തിൽ നിന്നും വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ റസീനെ പിന്നീട് കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊച്ചി ഇടപ്പള്ളിയിലെ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നും എറണാകുളം പോലീസാണ് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ ചങ്ങരംകുളം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ചങ്ങരംകുളം പോലീസും കുട്ടിയുടെ ബന്ധുക്കളും കൊച്ചിയിലെത്തി റസീൻ റിച്ചുവുമായി തിരികെ നാട്ടിലേക്ക് തിരിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണം. പട്ടാമ്പി ടൗണിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ അടുത്ത ആഴ്ച ആരംഭിക്കും. ഈ സാഹചര്യത്തിൽ ടൗണിലെ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച മുതൽ പ്രവൃത്തികൾ തുടങ്ങിയേക്കും. പട്ടാമ്പി നിലാശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണ പ്രവൃത്തികൾ ഇനി പട്ടാമ്പി ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവൃത്തികൾ പട്ടാമ്പി ടൗണിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ടൗണിലെ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കാനുള്ളത്. നിലവിലെ റോഡിന് നടുവിലൂടെയാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. പൈപ്പ് പൊട്ടുമ്പോൾ റോഡ് തകർച്ച പതിവ് സംഭവമാണ്. റോഡ് നവീകരണം വരുമ്പോൾ നിലവിലുള്ള പൈപ്പ് ലൈനിന് പകരം റോഡിന് ഇരുവശത്തു കൂടെ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായാണ് നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ബദൽ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്നും TP ഷാജി വ്യക്തമാക്കി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും ഇനി ടൗണിൽ നടപ്പാക്കാനുണ്ട്. നിലവിൽ പട്ടാമ്പി കൽപ്പക വരെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി വരികയാണ്. പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും പൈപ്പ് ലൈനുകളെല്ലാം മാറ്റി സ്ഥാപിച്ചും വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയുള്ള പ്രവൃത്തികളാണ് ഇനി നടക്കാനുള്ളത്. ഇതിനുശേഷം റോഡ് നിർമ്മാണവും ആരംഭിക്കും. പട്ടാമ്പി നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സമഗ്ര കുടിവെള്ള പദ്ധതി എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ്. ഇപ്പം നിള IPT റോഡിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 2 സൈഡിലും പൈപ്പിടുന്ന പ്രവൃത്തി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം നല്ല പ്രയാസങ്ങൾ അനുഭവിക്കും. കാരണം 2 വശത്തും പൈപ്പിടുന്ന സമയത്ത് നിലവിലുള്ള പൈപ്പ് കണക്ഷൻ 4-5 ദിവസം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നാണ് കോൺട്രാക്ടർമാരൊക്കെ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു.
ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാകാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ടാങ്കർ ലോറി ഉപയോഗിച്ചെങ്കിലും വീടുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുമായി നഗരസഭ മുന്നോട്ട് പോകും. ഈ ഒരു ചെറിയൊരു ഇടവേള പരമാവധി ജനങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. തൃത്തല ബ്ലോക്ക് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്വിസ് മത്സരം MK ചന്ദ്രൻ നിയന്ത്രിച്ചു. മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രനും പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുമുള്ള പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ക്വിസ് മാസ്റ്റർ MK ചന്ദ്രനും വിതരണം ചെയ്തു. നിരഞ്ജൻ സുരേഷ്, അനുശ്രീ K, ഫൈസൻ മുഹമ്മദ്, നവനീത് മോഹൻ എന്നിവർ ആദ്യ 4 സ്ഥാനങ്ങൾ നേടി ജില്ലാതല ക്വിസ് മത്സരത്തിലേക്ക് അർഹത നേടി. ഡോക്ടർ രാമചന്ദ്രൻ സ്വാഗതവും ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി ടൗൺ മരണാനന്തര സഹായ സമിതിയുടെ ആസ്ഥാന മന്ദിരം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. സഹായം ജീവിതമാകട്ടെ എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് 2001 50ഓളം കുടുംബങ്ങൾ ചേർന്ന് മരണാനന്തര സമിതി രൂപീകരിച്ചത്. EP കുഞ്ഞപ്പൻ, മാക്കുണ്ണി മാസ്റ്റർ, തുപ്പുണ്ണി പൂഴിക്കുന്നത്ത്, അശോകൻ പൂഴിക്കുന്നത്ത്, CK കുമാരൻ, PS ആൻഡ്രി എന്നിവരാണ് ആദ്യകാലത്ത് മരണാനന്തര സമിതിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചത്. ഈ കൂട്ടായ്മ വളർന്നാണ് 25ന്റെ നിറവിലേക്ക് എത്തി നിൽക്കുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും ഭാരം നിറഞ്ഞ നിമിഷങ്ങളിൽ മരണം എന്ന അപ്രതീക്ഷിത സന്ദർശകനെ നേരിടേണ്ടി വരുമ്പോൾ വീടിന്റെ മുഴുവൻ ചുമതലയും മരണാനന്തര സഹായ സമിതി ഏറ്റെടുത്ത് നടത്തിവരുന്നു. വിവിധ മതസ്ഥരായ 58 കുടുംബങ്ങളുടെ വിശ്വാസവും സ്നേഹവും വലിയൊരു കുടുംബമായി വളർന്ന സമിതി ദേശത്തിന്റെ സാന്ത്വനമായി മാറിയെന്ന് ഭാരവാഹികൾ അവകാശപ്പെട്ടു. സഹായം, പങ്കിടൽ, മനുഷ്യത്വം എന്നിവ കൈമുതലാക്കിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏകോപനത്തിന്റെ മാതൃകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അംഗങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആസ്ഥാന മന്ദിരം ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 9:30 തൃത്താല ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം നിഷ അജിത് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. മരണാനന്തര സഹായ സമിതിക്ക് പ്രസിഡന്റ് അശോകൻ ചിറ്റയിൽ, സെക്രട്ടറി അനീഷ് കൊള്ളഞ്ചേരി, ട്രഷറർ അശോകൻ പൂഴിക്കുന്നത്ത്, വൈസ് പ്രസിഡന്റ് സതീഷ് പൂഴിക്കുന്നത്ത്, ജോയിന്റ് സെക്രട്ടറി ഷാജി തൊണ്ടിക്കുന്നത്ത് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. നിരവധി പ്രവർത്തകർ അനുശോചന പരിപാടിയിൽ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി OK ഫാറൂഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശം സമാധാനത്തിന്റെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ലഷ്കർ എ തയ്ബയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പൂർണ്ണസത്തോടുകൂടി അവരെ മതമെന്ന് വിളിക്കാൻ കഴിയില്ല, മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല, ഒരു തരം മൃഗങ്ങളാണ് ഈ ക്രൂരത ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഒരു തരം മൃഗങ്ങളാണ്. അവിടെ കാശ്മീരിലെ പഹൽഗാമ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രകൃതി മനോഹരമായ ഒരു മിനി സ്വിറ്റ്സർലാൻഡാണ്. ഞാനൊക്കെ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. കേട്ട് പല സ്ഥലത്തു നിന്നും കേട്ടറിഞ്ഞുകൊണ്ട്. ഉമ്മർ കിഴായൂർ അധ്യക്ഷനായിരുന്നു. ET ഉമ്മർ, K ബഷീർ, ജിതേഷ് മൊഴിക്കുന്നം, ജയശങ്കർ കൊട്ടാരത്തിൽ, AK അക്ബർ, KB അനിത, മുഹമ്മദ് അനീഫ, K മൻസൂർ, ഷിഹാബ് കൊടലൂർ, പ്രകാശൻ കൊടലൂർ, K മാളുക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വല്ലപ്പുഴയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് BJP പ്രവർത്തകർ. പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കു വേണ്ടി BJP വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാറം സെന്ററിൽ ശ്രദ്ധാഞ്ജലി നടത്തിയത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജയപ്രകാശ്, പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ്, വാർഡ് മെമ്പർ ഹരിഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് മതേതരം അങ്ങേയറ്റം കാത്തുസൂക്ഷിക്കുന്ന പരിപൂർണ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് അതിദാരുണമായി വളരെ ഭീരുക്കളായ കുറച്ച് തീവ്രവാദികൾ, ഭീരുക്കളെന്ന് പറയാതിരിക്കാൻ വയ്യ, വളരെ പാവപ്പെട്ടവരായ വളരെ ദയനീയമായ പഹൽഗാം എന്ന് പറഞ്ഞ ജമ്മു കാശ്മീരിലെ ഏറ്റവും വിശിഷ്ടമായ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വിനോദത്തിന് വേണ്ടി ചെന്നിട്ടുള്ള ആ പാവങ്ങളെ അതിനിഷ്ഠൂരമായി വെടിവെച്ച് കൊന്നിട്ടുള്ളതിൻ്റെ ദുഃഖം ആചരിക്കുക. അതിനോടൊപ്പം തന്നെ ഈ തീവ്രവാദികളെ
ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുകൂടിയാണ് നമ്മുടെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് ഫ്രണ്ട്സ് ഓഫ് ഇളവാദിക്കൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇളവാതുക്കൽ ക്ഷേത്ര പരിസരത്ത് നിന്നും കൂറ്റനാട് സെന്റർ വരെ പ്ലക്കാർഡുകളും കറുത്ത ബാഡ്ജും ധരിച്ച് പ്രസിഡന്റ് PV മൂസയുടെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. സെക്രട്ടറിയും വിമുക്ത ഭടനുമായ ഷിനിൽ ജേക്കബ് അനുശോചന പ്രസംഗം നടത്തി. ശ്രീധരൻ മെഴുകുതിരി കത്തിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ട്രഷറർ വിശ്വനാഥൻ, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി രഘു, മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് ചാലിശ്ശേരി പ്രയർ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച VBS സമാപിച്ചു. സമാപനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PC തമ്പി അധ്യക്ഷനായി. ഷൊർണൂർ SI KA ഡേവി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാട്ടുകൾ, കഥകൾ, ഗെയിംസ്, കൗൺസിലിംഗ്, സമ്മാന വിതരണം എന്നിവയും നടന്നു. സഭാ കൗൺസിൽ അംഗം PC ഗ്ലെനി മുഖ്യപ്രഭാഷണം നടത്തി. CC ഷാജു, ജോജി വർഗീസ്, PC ആൽഫമോൾ, വിഷ്ണു, ജോയൽ, മേഴ്സി ഷാജു, ഡെന്നി പുലിക്കോട്ടിൽ, AI കുര്യൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.